ഇന്ത്യൻ ഹാജിമാരും ഹറമൈൻ ട്രെയിനിൽ യാത്ര ചെയ്തു. മുംബൈയിൽ നിന്ന് ജിദ്ദയിലെത്തിയ തീർത്ഥാടകർക്കാണ് മക്കയിലേക്ക് പോകാൻ ഹറമൈൻ എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്തത്. 32,000 ഇന്ത്യൻ തീർത്ഥാടകർക്ക് ഇത്തവണ ഹറമൈൻ ട്രെയിൻ വഴി യാത്ര ചെയ്യാം. ഇതാദ്യമായാണ് ഇന്ത്യൻ തീർത്ഥാടകർക്ക് ഹറമൈൻ ട്രെയിനിൽ യാത്ര അനുവദിക്കുന്നത്. മുംബൈയിൽ നിന്നും ഇന്ന് പുലർച്ചെ സൗദി എയർലൈൻസിൽ ജിദ്ദയിലെത്തിയ തീർത്ഥാടകരാണ് വിമാനത്താവളത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹറമൈൻ അതിവേഗ ട്രെയിനിൽ നേരിട്ട് മക്കയിലെത്തിയത്. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാനും ജിദ്ദ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലവും സൗദി അറേബ്യൻ റെയിൽവേ വൈസ് പ്രസിഡന്റും മക്കയിലേക്കുള്ള ആദ്യ യാത്രയിൽ ഹാജിമാരെ അനുഗമിച്ചു. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് നേരിട്ട് മക്കയിലേക്ക് ഹാജിമാരെ ട്രെയിനിൽ കൊണ്ടുപോകുന്നത് സൗദി അധികൃതർക്കും പുത്തൻ അനുഭവമാണെന്ന് അംബാസിഡർ പറഞ്ഞു. Today is a historical day. Today, for the first time, Indian pilgrims will be taking the high-speed train from Jeddah Airport directly to Makkah. This would increase the comfort and convenience of our pilgrims. മക്ക റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഹാജിമാരെ സർവീസ് കമ്പനി ഒരുക്കിയ ബസ്സിൽ അസീസിയയിലെ താമസ സ്ഥലങ്ങളിൽ എത്തിച്ചു. തുടർന്ന് മസ്ജിദുൽ ഹറമിലെത്തി ഉംറ നിർവഹിച്ചു. മുംബൈ എംബാർക്കേഷൻ വഴിയെത്തുന്ന 32,000 ഹാജിമാർക്കാണ് ഇത്തവണ ഹറമൈൻ ട്രെയിൻ സേവനം ലഭ്യമാകുക. സാധാരണയായി ഹജ്ജ് ടെർമിനലിൽ നിന്ന് ബസ്സിലാണ് തീർത്ഥാടകരെ മക്കയിലേക്ക് കൊണ്ടുപോകാറുള്ളത്. എന്നാൽ മണിക്കൂറിൽ 300 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ യാത്ര ഹാജിമാർക്ക് ഏറെ ആശ്വാസമാകും. മീഡിയ 1 ജിദ്ദ.